ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇതാ കുറച്ച് മഷ്റൂം കിട്ടിയേ. നമുക്ക് ഈ മഷ്റൂം വെച്ചിട്ട് ഒരു മപ്പാസ് ഉണ്ടാക്കിയാലോ? എൻ്റെതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാൻ കഴുകി എടുത്തോണ്ട് വന്നാൽ ഒന്ന് മുറിക്കണം രണ്ടായിട്ട്. പിന്നെ വേണ്ടുന്നത് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. പിന്നെ ഇതൊരു അരപ്പിനാണ് കേട്ടോ. കുറച്ച് മല്ലിപ്പൊടിയും പെരുജീരകവും, 2 ഗ്രാമ്പു, 2 ഏലക്ക, 2 പട്ട, കുറച്ച് മഞ്ഞൾപ്പൊടി, കാഷ്യൂ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. പിന്നെ ബാക്കിയൊക്കെ ഇടുമ്പോൾ കാണിച്ചുതരാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ മഷ്റൂം ഒന്ന് മുറിച്ച് വയ്ക്കാം. ഒന്ന് മുറിക്കാവേ, 4ആയിട്ട് മുറിച്ചിട്ടാൽ മതി. സ്റ്റൗ ഒക്കെ ഓൺ ചെയ്ത് ഒരു പാനൊക്കെ വെച്ചു. പാൻ ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. നമ്മൾ ഇതാ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് ബേ ലീഫ് ഇട്ട് കൊടുത്തു. ഗ്രാമ്പു, ഏലക്ക, പട്ടയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പം ഇതാ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി നീളത്തി അരിഞ്ഞതാണേ. അതുപോലെ തന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി നീളത്തി അരിഞ്ഞത്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചുമന്ന് വന്നപ്പം സവാള, 2 സവാള എടുത്ത കേട്ടോ. അതും പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത് നന്നായിട്ടൊന്ന് വഴരട്ടെ. ആ സമയത്ത് നമുക്ക് ഇതാ നമ്മുടെ ഇതൊന്ന് അരച്ചെടുത്തോണ്ട് വരണേ. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. നമ്മുടെ സവാളയൊക്കെ ഇതാ ഒന്ന് ചുമന്ന് വന്നപ്പോഴത്തേനും ഇല്ലേ, അരച്ചുകൊണ്ട് നമ്മുടെ പേസ്റ്റ് ഇല്ലേ, ഇതാ കണ്ടോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. നമ്മുടെ മസാല ഇതിനകത്ത് കുറച്ച് വെള്ളം, അരപ്പ് ജാറ് കഴുകിയെടുത്ത കുറച്ച് വെള്ളം. ഇതൊന്ന് തിളച്ച് വന്നപ്പോ ഇല്ലേ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉണ്ടോ? ഇനി നമുക്ക് 2ആം പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ 2ആം പാൽ. ഇനി അടച്ച് വെച്ച് അങ്ങ് വേവിക്കാവേ. എന്തായെന്ന് നോക്കണ്ടേ? ഇതാ മഷ്റൂം ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കണേ. പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, കുറച്ച്. നമുക്ക് 1ആം പാൽ ഒഴിച്ചു കൊടുക്കാവേ. ഈ സമയത്ത് ഒരു തക്കാളി, ഇതിൻ്റെ ഒരു പുളി മതി കേട്ടോ. ഒത്തിരി ഇതിന് ഓവർ പുളിയൊന്നും വേണ്ട. കുറച്ച് മല്ലിയില ഇടുക. സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. അങ്ങനെ നമ്മുടെ മഷ്റൂം മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെതായ സ്റ്റൈലിലുള്ളതാണ്. നിങ്ങളിങ്ങനെയാണോ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഗീ റൈസിനും ഒക്കെ അടിപൊളി ഒരു കറിയാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ അതാ നോക്കിയേ, കറി ഇനി കണ്ടോ, ഈ ഒരു അടിപൊളി ടേസ്റ്റാണ്. വെജിറ്റേറിയൻകാർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. സൂപ്പർ ഒരു കറിയാണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.